വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ മലയാളി. അപ്പം നമ്മളിന്ന് ഹാർഡ് കോറിലെ സെക്കൻഡ് എപ്പിസോഡാണ് ഗായ്സ്. പിന്നെ ഞാൻ ഈ വില്ലേജിലെത്തിയത് നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ്. അപ്പം ഞാൻ വീഡിയോ ഒന്ന് ചെറുതായിട്ട് പോസ് ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗായ്സ്. നിങ്ങളെ ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടത് ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ വില്ലേജിൽ നിന്ന് കിട്ടിയ ലൂട്ട് എന്ന് പറയുമ്പം ഡയമണ്ട് ഗൈസ്. എനിക്ക് ഇവിടെ 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ബ്ലാക്ക് സ്മിത്ത് അല്ല ഡയമണ്ട് വന്നത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതേ എവിടെയായിരുന്നു? ആ ബ്ലാക്ക് സ്മിത്തില്ലേ ഗൈസ്, എന്താ ആ പൂ ഇരിക്കുന്നത്. ഞാൻ അതെ ദിസ് വൺ ഗൈസ്. ഈ ബ്ലാക്ക് സ്മിത്ത് ഉള്ള വീട്ടിലാണ് എനിക്ക് ഡയമണ്ട് കിട്ടിയത്. പിന്നെ ഇവിടെ ലൈബ്രറീൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ അങ്ങനെ അങ്ങ് പോരാ. ഇതേ ഇവൻ്റെ ട്രേഡ് നോക്കാം ഗൈസ്. ഇവൻ സോഡ് വരുന്നുണ്ട്, ബാൻ ഫത്രോപ്സ്, പക്ഷെ നമുക്കത് ഉപയോഗമില്ല ഗൈസ്. പിന്നെ 2-3 എമറാൾഡ് കിട്ടിയായിരുന്നു. നമുക്ക് ഈ ഹേബേൽസ് ഒക്കെ എടുക്കാം ഗൈസ്. ഫുഡിന് ക്ഷാമം വരണ്ട. ഈ വില്ലേജിൽ നിന്ന് നമുക്കൊന്ന് പോകാം. ഈ വില്ലേജ് അങ്ങ് പോരാ ഗൈസ്. നമ്മൾ വന്നത് ഗൈസ്, നമ്മൾ വന്നത് ഈ ഇതിലം വഴിയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. വേണ്ട, അവർ ജീവിച്ച് പൊക്കോട്ടെ. അതിനു മുമ്പ് നമുക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പോകാം. ബെഡ് പോരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ 3ാമത്തെ നൈറ്റ് ഇവിടെ തീരാവുകയാണ്. ഗൈസ്, നമ്മുടെ യാത്ര തുടരാം. നമുക്കൊരു ഡെസേർട്ട് പോലത്തെ ഒരു ഭയമില്ല ഗൈസ്. ഡെസേർട്ട്, തെറാക്കോട്ട അങ്ങനത്തെ ഒരു ഭയം, ഡെസേർട്ട് ഭയാമിൽ തന്നെ പോകാം ഗൈസ്. അല്ലെങ്കിൽ ഗൈസ്, നമ്മുടെ യാത്ര തുടരുകയാണ്. ഓളും കോപ്പറും എല്ലാം. ഗായ്സ്, അയൺ കോപ്പറിൻ്റെ താഴെ. ഞാനിപ്പോൾ അത് കോപ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇട്ടഴിച്ച് പോയേനെ. നമുക്ക് നമ്മുടെ ബോട്ടൂടെ പൊട്ടിച്ചെടുത്തേക്കാം. ഗൈസ്, നമ്മൾ അയൺ കണ്ടത് ഇവിടെയാ. ഞാൻ വിചാരിച്ച് മുകളിലായിരിക്കും, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മുകളിലേക്ക് വന്നു. ഒരേ ഒരു അയൺ ഉള്ളു ഗൈസ്. ഇതെന്താ പ്ലേസ് ആവാത്തെ? പ്ലേസ് ആയി. ഗൈസ്, പൂക്കൾ, കാടുകൾ, വെള്ളത്തിൽ കൂടി. നൈസ്. അതെന്തോ തോന്നിയതാ.
അതേ ഗൈസ് ഷീപ്പ്. നമ്മൾ ഡാർക്ക് ഓക്കിലെത്തിയോ? ഇല്ല. ഇവിടെ വെച്ച് തീരുവാന്ന് തോന്നുന്നു ഗൈസ്. അതെ, അപ്പം ആ വിളിച്ച് തന്നെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ വില്ലേജിൽ തന്നെ നിൽക്കാം. ഫസ്റ്റ് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണം. അത് കഴിയുമ്പം ഗൈസ്, അപ്പം നമ്മൾ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അയൺ നമുക്ക് മൈൻ ചെയ്താണ്, പക്ഷെ നമ്മളങ്ങനെ മൈനിങ്ങിന് പോയിട്ടല്ലല്ലോ കിട്ടിയത്. അയണും ഫ്രീ ആയിട്ട് കിട്ടി. ഇതെന്താണ് റവീൻ പോലെ തോന്നുന്നു ഗൈസ്. ഓ അല്ല, അതും തടാകം പോലത്തൊരിതാ. ഓ ഗൈസ്, ഇവിടെ അയൺ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആദ്യം പോയപ്പോൾ ഞാൻ മറ്റേ ഇതാന്ന് വിചാരിച്ചേ. ഓ കേവാണ് ഗൈസ്. ക്രീപ്പർ ഉണ്ട്. എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബ്ലോക്ക് മൈൻ ചെയ്യട്ടെ. നമുക്കപ്പം അയൺ മൈൻ ചെയ്യാൻ പോകാം. ഞാനിവിടെ ബ്ലോക്ക് വെച്ചാൽ ചിലപ്പം ഗ്രാവല് വീഴും. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എളുപ്പം. അത് ഇനിയും ഫ്രണ്ടിലേക്ക് പോകണം ഗായ്സ്. എനിക്ക് പേടിയാണ്, ഒന്നാമത് ഹാർഡ് കോറാ. ഓ ഇവിടെ ഉണ്ടല്ലേ. താഴെ പോയാ? ഓ ഇല്ല, ഭാഗ്യമുണ്ട് ഗൈസ്. 2 അയൺ കിട്ടി. 3 അയൺ. അയ്യോ, ഇത് പോയാ? ഓ ഇല്ല, കിട്ടി. പക്ഷെ വെറുതെ പോകണ്ടായിരുന്നു. നമ്മൾ തിരിച്ച വില്ലേജ് എത്തിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും തുടങ്ങാം. നമുക്ക് ഇവിടുത്തെ വില്ലേജേഴ്സിൻ്റെ ട്രേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിൽക്കടാ,
നിനക്കെന്താ ട്രേഡൊന്നും ഇല്ലേ? പിന്നെ എന്താ തലേ തൊപ്പി വെച്ചോണ്ട് പോന്നെ? ഇവന് ട്രേഡുണ്ട്. വീറ്റ് പൊട്ടാറ്റോ തന്നെ. ലൈബ്രറീൻ്റെയും ജോലി പോയി നോക്കണം ഗൈസ്. മോനെ നിക്കടാ, എടോടെ നിക്കടാ. എമറാൾഡ് തരാം. ഇവനെ എമറാൾഡ് കാണിച്ച് വശീകരിക്കാം ഗൈസ്. ട്രേഡ്. ഇവൻ ക്യാരറ്റാ ഗൈസ്. അവിടെ എടുത്ത് ഒറ്റപ്പെട്ട് നിൽപ്പുണ്ട്, അവൻ്റെ അടുത്ത് വയ്ക്കാം. എടാ ഒറ്റപ്പെട്ട ആളെ, നിന്റെ ട്രേഡ് എന്താ? വീറ്റാണോ? ഇവനും ക്യാരറ്റ്. എനിക്ക് വീറ്റാണ് വേണ്ടത് ബ്രോ. ഐ ഹാവ് 1 stack ഓഫ് എബേ. നമ്മൾ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാൻ മറന്നോ ഗൈസ്? ചെക്ക് ചെയ്തേക്കാം. സാപ്ലിങ്സ്. ഗൈസ്, ഈ വീട്ടിൽ നിന്നാണ് എനിക്ക് ഡയമണ്ട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ വില്ലേജർ വന്നു. ഗൈസ്, ഇവിടെ പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ ഗൈസ്. റിവീൻ. ലാവ ഗൈസ്. ഒരുപാട് 2 ലാവ സോഴ്സ് ഉണ്ട്. ഒന്നത് ഇവിടെ, മറ്റേത് അവിടെ. ഗൈസ്, അയൺ. നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. ചത്ത്. ഗൈസ്, അയ്യോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഹാർഡ് കോർ പോയി ഗൈസ്. ഹാർഡ് കോർ അങ്ങനെ കഥം. എൻ്റെ അയൺ എടുക്കാൻ പറ്റാ ഗൈസ്. ഞാൻ അങ്ങനെ കുടിക്കല്ലായിരുന്നു. ആ ക്രീപ്പർ പെട്ടെന്ന് എവിടുന്നാ വന്ന് ഗൈസ്? എനിക്കൊരിത്, ഞാനവിടെ നോക്കി, ഇതെന്താ ഇവിടെ തിളങ്ങുന്ന? എക്സ്പിയാ. എന്നാലും അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.